ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പാട്ട് ഇപ്പോഴും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കണം ആ പാട്ട്. മുഖേനെ പോലൊന്നും ഇല്ല നീ, പക്ഷേ എവിടെയൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞു. പിൻ ഡ്രോപ്പ് സൈലൻസ് അങ്ങനെ പ്രത്യേകത നമുക്ക് സെറ്റിലുണ്ടെങ്കിൽ ഒരു പിന്ന് ചാടി നമുക്ക് അറിയാൻ പറ്റും. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ. പൊട്ടി ചില്ലിൻ്റെ പീസുകൾ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 തവണയും പുറത്തോടെ കൊണ്ട് കയറി ചോര വന്നു. കാളിദാസ് ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാളിദാസ് ബ്രോയോട് പറഞ്ഞു തരുന്നുണ്ട്, യു ആർ ട്രൂലി ബ്ലെസ്ഡ്. അത്രത്തോളം നല്ല അപ്പയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അനശ്വരെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അനശ്വര ഇങ്ങനെയായിരിക്കും. കൂടെയുള്ളത് ആദം സാദിഖാണ്. നമസ്കാരം. ഇറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയ നിറയെ ആദം സാദിഖിന്റെ റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂമാനമേ സോങ്ങിട്ടുള്ള ആ ഒരു റീലുകൾ കണ്ടിരുന്നു, ആളുകൾ അയച്ചിരുന്നുണ്ടോ? കണ്ടിരുന്നു, ഫ്രണ്ട്സ് അയച്ചിരുന്നു. ശരിക്കും മമ്മൂക്കയുടെ ആ ഒരു പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് ഇപ്പൊ കൂടുതൽ ഹിറ്റ് ആവുന്ന, ആളുകൾ കൂടുതൽ റീൽസ് ഇടുന്നത് നിങ്ങളുടെ സിനിമയിലെ ആ ഒരു വേർഷനാണ്. അത് എന്തൊരു സന്തോഷം, എങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും നല്ലൊരു പാട്ട്, അത്രയും വലിയൊരു പാട്ട് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ വരാനും അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പാട്ട് ഇപ്പോഴും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കണം ആ പാട്ട്. അത് എന്തുകൊണ്ടാണ് പൂമാനമേ എന്നുള്ള ആ സോങ് തന്നെ സെലക്ട് ചെയ്തത് എന്നാരെങ്കിലും പറഞ്ഞല്ലോ? സംവിധായകനൊക്കെ പറഞ്ഞില്ല? അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല, കൂടുതൽ അറിയില്ല. അപ്പൊ ആളുകൾ അയച്ചു തരുന്നതും കൂടുതൽ കാണുമ്പോഴാണ് അറിഞ്ഞത് ഇത് ഇത്രയും വൈറലായി മാറിയെന്നുള്ളത്. സത്യമായിട്ടും. പക്ഷെ ആ ഒരു പാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതും നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ആയിരിക്കും അല്ല? അനശ്വരയായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്? അനശ്വരയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ആ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് അനശ്വര ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്കത് അങ്ങനെയും ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ തമ്മിലൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര ക്ലിക്കായി മാറുന്നു. അപ്പോൾ ഇതിനിടയിൽ ആളുകൾ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ഗോസിപ്പുകളൊക്കെ വരുന്നു. ഇതൊക്കെ കാണുന്നുണ്ടോ? അതിനൊരു കമന്റാണ്, അങ്ങ് കെട്ടുകുമാരായിട്ടൊക്കെ ഉള്ള പറഞ്ഞ കമന്റുകളൊക്കെ കാണുന്നു. ഞാനും കാണുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞു. എൻ്റെ വളരെ അടുത്തൊരു നല്ലൊരു സുഹൃത്താണ് അനശ്വര. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ പ്രണയം കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതിനങ്ങനെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഗോസിപ്പ് വാർത്തകൾ നിറയുന്നുണ്ടോ എന്നുള്ള പേടിയുണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും. അനശ്വര എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, അവൾക്കും അങ്ങനെ തന്നെയാണ്. സാദിഖ് സിനിമയിലേക്ക് എത്തുകയാണ്, ഈ ഒരു ഓസ്ലർ മൂവിയിലേക്ക്. അത് മമ്മൂട്ടിയുടെ ചെറുപ്പം കൗമാരം ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഒരു സെലക്ഷൻ നടക്കുന്നത്? മമ്മൂക്കിയെ പോലെ ഉണ്ട് എന്നൊരു കണ്ടെത്തലിൻ്റെ പുറത്തായിരുന്നു ഓസ്ലറിലേക്ക് എത്തുന്നത്? ഐ തിങ്ക് അങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടല്ല ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്. ഇതിൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുന്നത് സനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. സനീഷയുടെ വഴി പ്രിൻസ് ചേട്ടനിലെത്തുന്നു. അത് ഈ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നില്ല, വേറൊരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാരഗ്രാഫ് അയച്ചു തന്നിട്ട് അതൊന്ന് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ മൂവിക്ക് വേണ്ടി തന്നെയായിരുന്നു? ഈ മൂവിൽ തന്നെ വേറൊരു സീൻ. അപ്പോൾ ഞാനത് 2-3 മോഡുലേഷനിൽ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പോൾ സനീഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഫ്ലാറ്റിലേക്ക് ചെല്ലണം, വിളിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഫ്ലാറ്റിലേക്ക് എത്തുന്നു, പ്രിൻസ് ചേട്ടനെ കാണുന്നു. പ്രിൻസ് ചേട്ടൻ ഇതുപോലെ അവിടെ മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ പോയി സംസാരിച്ചു. അന്നാണ് ഷെജീർ, നമ്മുടെ സിനിമയിലെ സെൽവരാജ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇതുപോലൊരു പരിപാടിയാണ്, പക്ഷേ സെലക്ഷൻ ഞങ്ങളെല്ലാം നടത്തുന്നത് മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു പാതി മനസ്സോടെ ഒരു കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയോടെ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ ഒരു 2 ആഴ്ചത്തോളം കാത്തിരിപ്പായി ഒരു കോഡ് വരാൻ വേണ്ടിയിട്ടുള്ള. മമ്മൂക്കയാണ് അപ്പോൾ സെലക്ട് ചെയ്യുന്നത്, എൻ്റെ കൗമാരം ചെയ്യാൻ ഈ പയ്യൻ മതി? അറ്റ് എൻഡ് ഓഫ് ദി ഡേ മമ്മൂക്കനെ കാണിക്കണം. ഇന്നൊരാൾ പുതിയ ആളൊക്കെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ആണല്ലോ, ചെറുപ്പകാലാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട് ഓക്കെ പറയണം. അപ്പോൾ ഇവിടുന്ന് ഡയറക്ഷൻ ടീം എൻ്റെ ഫോട്ടോ പിന്നെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എന്തോ അയച്ചു കൊടുത്തു. എന്തോ ചെറിയൊരു ഡിലേ വന്നു. ആ സമയം കൊണ്ട് മമ്മൂക്ക പറഞ്ഞു നോക്കി ഇവൻ ചെയ്യട്ടെ എന്തോ പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടി. പക്ഷെ ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫ്ലാഷ് ബാക്കുകൾ പോലെയല്ല, പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നാണ് അതിനെ ആളുകൾ വിളിക്കുന്നത്. മിനി മമ്മൂട്ടി എന്നൊക്കെ ഇപ്പം തന്നെ, ജൂനിയർ മമ്മൂട്ടി എന്ന പേരുകൾ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ ഒരു വേദന നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ പാസ്റ്റ്, ആ വേദന അത്രയും നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ അങ്ങനെ ഒരു അഭിനയത്തിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? അതെങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ? തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ്റെ അപ്പുറത്ത് നമുക്ക് ആ സെറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ടുണ്ട്. നമുക്കൊരു ക്രൂ തരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന പോലെ ആക്കിയെടുക്കാൻ കഴിയുന്നത്. ഇതിപ്പം മമ്മൂക്കയെ ആകാൻ വേണ്ടി അപ്പോൾ മമ്മൂക്കയുടെ നടത്തവും ഒക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും, മോഡുലേഷൻസും ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ താടിയൊക്കെ വെച്ചതൊക്കെ
ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതൊക്കെ ആദ്യമേ ഒരു മമ്മൂക്കയുടെ ഒരു ലുക്ക് വേണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എക്സ്ട്രാ പ്രിപ്പറേഷൻസ് ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തിരുന്നോ? ആക്ച്വലി ഞാൻ ഈ കാസ്റ്റിംഗിലേക്ക് ഞാൻ സെലക്ട് ആയതിനു ശേഷം എൻ്റെ അടുത്ത് ആരും മിഥുൻ ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞു മമ്മൂക്കനെ പോലെ ഒന്നും ഇല്ല നീ, പക്ഷെ എവിടെയൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഉണ്ടെന്ന് ആളുകൾ പറയുന്നത്. അപ്പം മേ ബി ആ സിനിമയിലൂടെ മമ്മൂക്കനെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് എന്നെ കാണിക്കുന്നത്. മേ ബി ആ ഒരു ഇവർ മോൾഡ് ചെയ്തെടുത്തതിൻ്റെ ആയിരിക്കണം, ഇവരങ്ങനെ ആക്കിയെടുത്തതിൻ്റെ ആയിരിക്കണം. ആ ഒരു എന്താ പറയുക, ഞങ്ങൾ ഓരോ കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു മറുകണ്ടൊക്കെ ഇവിടെയുണ്ട്, അതൊക്കെ ഭയങ്കര ഒബ്സർവ് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായാലും ആദ്യമേ സ്കെച്ച് തന്നിട്ട് അത് നോക്കിയിട്ടായിരുന്നോ പ്രിപ്പയർ ചെയ്തെടുത്തത് മേക്കപ്പ് ഒക്കെ? സ്കെച്ചിൻ്റെ ആവശ്യമില്ല, മമ്മൂക്കയുടെ മുഖം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സും നമുക്കറിയാം. അപ്പോൾ കുറച്ചെങ്കിലും മാച്ച് ചെയ്യാനായിട്ട്, മാച്ചിങ് ഇല്ലായിരുന്നു, കുറച്ചെങ്കിലും മാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല നിങ്ങൾ ആ ഒരു പ്രപ്പോസൽ സീനുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു പ്രപ്പോസൽ സീൻ കാണുമ്പോൾ എന്തെങ്കിലും വാക്കുകളൊക്കെ അതിലുണ്ടാവാം, പക്ഷെ ഒരു വാക്കുപോലും ഇല്ലാതെ ഒരു പ്രപ്പോസൽ സീൻ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വരുന്നു, ഇതുപോലെ ഒരു ഡയറക്റ്റ് കൊടുക്കുന്നു, നീ എന്തെങ്കിലും കാണിക്കുന്നു, പോകുന്നു. അപ്പോൾ ഒരു നല്ല ചിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഡയറക്ഷൻ സൈഡിൽ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു, ഇതാണ് അപ്പം നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. ഇപ്പം മമ്മൂക്കയുടെ ഒരു മൂവിയിലേക്ക് ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. നമ്മൾ ഒരുപാട് കാലം സ്ക്രീനിൽ കണ്ട ഒരാളെ നേരിൽ കാണുകയാണ്. അങ്ങനെ മമ്മൂക്ക വന്ന് മുന്നിൽ നിൽക്കുന്നു ആദ്യത്തെ ദിവസം, അത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 തോന്നുന്നു, ഓഗസ്റ്റ് 10 രാവിലെ 10:48 അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഓർമ്മയുണ്ട്? തീർച്ചയായിട്ടും. അന്നാണ് മമ്മൂക്ക സെറ്റിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം സെറ്റിലേക്ക് വരുന്നു, എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻസ്. അങ്ങനെ പ്രത്യേകത മമ്മൂക്ക സെറ്റിലുണ്ടെങ്കിൽ ഒരു പിന്ന് ചാടി നമുക്ക് അറിയാൻ പറ്റും. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ക്യൂരിയോസിറ്റിയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും കൂടുതൽ ഞാനും ഉണ്ട്. അദ്ദേഹം വരുന്നു, അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. എന്താ പറയുക, ലൈഫിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആയി, എന്താ പറയുക, കിളിപോയി മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. അങ്ങനെ അദ്ദേഹം വരുന്നു, ഡയറക്ടർ സാറ്, ശേഷം DOP തേനീശ്വർ സാറ് ക്ഷയിക്കാൻ വിടുന്നു, പ്രൊഡ്യൂസറും ക്ഷയിക്കാൻ വിടുന്നു. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ എങ്ങനെ കൈ കെട്ടിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ കറക്റ്റ് റൈറ്റ് സൈഡിൽ കൈ കെട്ടിട്ട് നിൽക്കുന്നു. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് എനിക്ക് ഒരു ക്ഷയിക്കാണ്ട് തരികയാണ്. എനിക്കപ്പോൾ അത് സ്വീകരിക്കണോ ചിരിക്കണോ, ഞാൻ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. അങ്ങനെ ക്ഷയിക്കാണ്ട് തന്നു. കാരണം അതിന് ഏകദേശം ഒരു മാസം മുന്നെയാണ് എൻ്റെ ഫോട്ടോ കാണുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഓർത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു മാസം മുന്നേ കണ്ട്, എനിക്കൊക്കെ ഒരാഴ്ച മുന്നേ കണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മാസം മുന്നേ എന്നെ കണ്ട് അദ്ദേഹം അത് എൻ്റെ ഒരു പിക്ചർ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അദ്ദേഹം ഇരുന്ന് ക്ഷയിക്കാൻ വരുന്നു. ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. ഇതുപോലെ ഓർത്ത് നിൽക്കുന്ന ഒരു നിമിഷമായിരിക്കുമല്ലോ, ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു, ആദ്യ സീൻ, ക്ലാപ്പ് അടിക്കുന്നു, ആക്ഷൻ പറയുന്നു. ഏതായിരുന്നു ആദ്യ സീൻ? ഐ തിങ്ക് June 27, 8:10 ആദ്യമായിട്ട് ഫസ്റ്റ് ഷോട്ടിങ് June 27. അതിൽ ആ ഒരു അപകടം പറ്റുന്ന സീനൊക്കെ ഉണ്ടല്ലോ, കാറിൽ നിന്ന് വീഴുന്ന ഒരു സീനൊക്കെ, അതൊക്കെ ഡ്യൂപ്പായിരുന്നു? അതൊക്കെ എങ്ങനെയാണ് അല്ല, അത് ആക്ച്വലി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ. അത് എൻ്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ മേത്ത് റോപ്പ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ആ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരണം, ജമ്പ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ബാക്ക് അവർ 3 പറയുമ്പോൾ ബാക്ക് താഴണം. അത് ഇങ്ങനെ വേണം, ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ വേണം, പോയിട്ട് ഫ്രണ്ടിലേക്ക് വരാം. 2 തവണയും ഞാനത് തെറ്റിച്ചു, എൻ്റെ ടൈമിങ് പോയി. അപ്പോൾ മുകളിൽ ആ ഗ്ലാസ് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് പൊട്ടിച്ചിട്ടാണല്ലോ പുറത്തേക്ക് വരുന്നത്. പൊട്ടി ചില്ലിൻ്റെ പീസുകൾ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 തവണയും പുറത്തോടെ കൊണ്ട് കയറി ചോര വന്നു. എന്നിട്ട് 3ാമത്തെ ഷോട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. 3ാമത്തെ ടേക്ക് പക്ക ഓക്കെ എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷമായി. പക്ഷെ ചോര ഒലിച്ച് നിൽക്കായിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യൂരിയോസിറ്റി ആയിരുന്നു, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇത് ഡ്യൂപ്പിനെ വെച്ച് എങ്ങനെ ചെയ്യിക്കുമോ, കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ആദ്യം പറഞ്ഞിരുന്നു ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിക്കാം അങ്ങനെ സജഷൻ അങ്ങനെ പറഞ്ഞില്ല. അപ്പം സെറ്റിൽ ആരോ പറയുന്നത് കേട്ടു, എൻ്റെ കോസ്റ്റ്യൂം ഒരാളോട് നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ അവർ പുള്ളി ആരെങ്കിലും ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് എന്നുള്ളത്. അങ്ങനെ ചേട്ടൻ പറ്റും നീ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ 2 ടേക്ക് ഇതുപോലെ കൊണ്ട് ചില്ല് കൊണ്ട് വരുന്നു, 3ാമത്തെ ടേക്ക് ഓക്കെ ആവും.
ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഈ മൂവിയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് എപ്പോഴാണ് അപ്പോൾ എല്ലാവരും അറിയുന്നത് ഈ മൂവിയിൽ ഉണ്ട് എന്നുള്ളത്? ഞാൻ ഈ മൂവിയിൽ കിട്ടിയ ദിവസം ഞാൻ വീട്ടിലോ സുഹൃത്തുക്കളോട് പറയാതെ പെട്ടെന്ന് നാട്ടിൽ നിന്നൊരു സുപ്രഭാതത്തിന് മുമ്പാണ് വിളിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു കല്യാണം ഉണ്ട് മലപ്പുറത്ത്, പിന്നെ 1-2 ആർട്ട് ഷൂട്ട്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. പിന്നെ ഡെയിലി ഞാൻ രാവിലെ ഫോൺ എടുത്ത് വയ്ക്കും. രാവിലെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്ത് വയ്ക്കും. ഫോൺ എടുത്ത് വെച്ചാൽ പിന്നെ വൈകിട്ട് ഷൂട്ട് തീരുമ്പോഴേ എടുക്കുള്ളൂ. അതിൻ്റെ ഫോൺ യൂസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കോൾസ് വരും വൈകിട്ട്. എല്ലാം കൂടി തിരിച്ചു വിളിക്കാൻ പറ്റില്ല, 1-2 തിരിച്ചു വിളിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ടാഗ്ഡ് പോസ്റ്റുകൾ നോക്കി അതിൽ എബ്രഹാം ഹോസ്റ്റലിൻ്റെ പോസ്റ്റേഴ്സും പിന്നെ എൻ്റെ കൂടെ ടാഗ് ചെയ്തിട്ടിരുന്ന ലൊക്കേഷനിൽ വരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ടാഗ് ചെയ്തിട്ടിരുന്ന ഇത് കണ്ടിട്ട് ചെറിയൊരു ഡൗട്ട് അടിച്ച് എന്നെ വിളിച്ചു. അങ്ങനെയാണ് നാട്ടിലും അങ്ങനെ അവരാദ്യം പോസ്റ്റർ ഇറങ്ങിയിരുന്നല്ല നമ്മുടെ ലൊക്കേഷനിലെ ആളുകൾ വന്നിട്ട് ഇന്നാണ്ട് ചെറുപ്പം പറയുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിക്കും. ഫോട്ടോ എടുത്തു. അപ്പോൾ അവരെ ടാഗ് ചെയ്തിട്ട് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അതങ്ങനെ സുഹൃത്തുക്കൾ കണ്ടുപിടിച്ച് അങ്ങനെയാണ് വീട്ടിലറിയുന്നത്. എങ്ങനെ വീട്ടിൽ നിന്ന് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്നെ വിളിച്ചിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചാണ് മൂവി കാണാൻ പോകും. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ മൂവി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലെ നൈറ്റ് മിനിഞ്ഞാന്ന് നൈറ്റാണ് അവരുടെ മൂവി കാണാൻ പോകുന്നത്. ഒരുപാട് സന്തോഷമായി. ആദ്യം എന്താ പറയാതിരുന്നേ? വിശ്വസിക്കില്ല എന്ന് പേടിച്ചിട്ടാണോ? അല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്ക്രീനിൽ കാണുക. ആരോടും പറയുടെ സസ്പെൻസ് ആയിട്ട് കാണുന്നതാണോ? പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മൂക്ക ഒന്ന് വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. മമ്മൂക്ക വിളിച്ചോ? മമ്മൂക്ക ഞങ്ങളെല്ലാവരും ടർബോയുടെ ലൊക്കേഷനിലേക്ക് ക്ഷണിച്ചു. അത്രയും വലിയ മനുഷ്യൻ ആ തിരക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. പിള്ളേരോട് വരാൻ പറ, അവന്മാർ വരട്ടെ. അങ്ങനെ ജോർജ് ചേട്ടൻ വിളിച്ചു തന്നെ. ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയി. ഞങ്ങൾ രണ്ടോടെ ലൊക്കേഷനിലേക്ക് പോയി സംസാരിച്ചു കുറച്ച് നേരം. എന്താ പറഞ്ഞു ആക്ടിങ്ങിനെ കുറിച്ച് മമ്മൂക്ക? അല്ല, നിധി ചേട്ടൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളെ പറ്റി എന്താണ് പറയുന്നുള്ളത്. അല്ല അങ്ങനെയല്ല. നിധി ചേട്ടൻ അദ്ദേഹം പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ പോകുന്ന നേരത്ത് ആൾമാർക്ക് ചായയും ചോറൊക്കെ കൊടുത്തിട്ട് വിട്ടാൽ മതി എന്നൊക്കെ അത്രയും നന്നായി ചെയ്തു എന്നുള്ള ഒരു സംസാരം മമ്മൂക്കയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഫ്ലാഷ് ബാക്ക് ചെയ്ത എല്ലാവരും പ്രസ് മീറ്റിൽ ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര തോന്നായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായി തോന്നിയത് മൊമെന്റ്. കാരണം ആരാണ് പറയുന്നത് എടാ പിള്ളേരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറയാണ്? ആരാണ് പറയുന്നത്? ഞങ്ങൾ പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചു. നമുക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലടാ, നമ്മളെ പറഞ്ഞില്ല, അദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ലേ. ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം സാവിക പ്രസ് മീറ്റിൽ ഓരോന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയാണ് നോക്കുന്നത്. എൻ്റെ അടുത്ത് വിജയ് ചേട്ടൻ ലൊക്കേഷനിൽ വെച്ചിട്ട് പറയും, നീ പുള്ളിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം, നീ ഇങ്ങനെ നോക്കല്ലേ. കാരണം ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത്രത്തോളം എനിക്ക് ആരാധന അദ്ദേഹം സിനിമ കണ്ടിട്ടും പേഴ്സണൽ ലൈഫിലെ ക്യാരക്ടർ കണ്ടിട്ടും എല്ലാം ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതായത് ലൊക്കേഷനിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് എൻ്റെ മുന്നിലൂടെ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് ആരാണ് എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ സമയം കിട്ടും നോക്കിയിരിക്കാൻ ഭയങ്കര രസമാക്കാൻ, ഭയങ്കര രസമാക്കാൻ വെറുതെ നോക്കിയിരിക്കാൻ സമയം കൊണ്ട് അറിയില്ല. പെട്ടെന്ന് ചൂടാവുന്ന ആളാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അയ്യോ അതൊക്കെ വെറുതെ. ഞാൻ ഒരുപാട് മുൻവിധികളോടുകൂടി എന്തായാലും ആദ്യം കാണുന്നത്. നമ്മളൊക്കെ ചൂടനായിട്ടുള്ള മമ്മൂക്കയാണ് നമ്മുടെ ഉള്ളിലൊക്കെ. അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുള്ളൂ. പക്ഷെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വ്യക്തിയെയും അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിയെയും പരിഗണിക്കുന്നുണ്ട്, എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. സെറ്റിലെത്തുന്ന ഓരോരുത്തരെയും ഈവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാൽ പോലും അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുൻവിധികളൊക്കെ ഒളിഞ്ഞു പോയി സത്യം പറഞ്ഞു. ഇങ്ങനെ നോക്കി നോക്കി മമ്മൂക്കയിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് പഠിക്കാനൊന്നും ആയിട്ടില്ല. അതൊക്കെ ഒരു സെറ്റിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിൽ മമ്മൂക്കയിൽ നിന്ന് പഠിച്ചെടുത്തത് എന്താ? ഭയങ്കര പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട അതിനെ പറ്റി. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്ത് പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സെറ്റിൽ വരുന്നത് മമ്മൂക്കയാണ്. എപ്പോഴെങ്കിലും വരാം. എപ്പോഴും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു 5-10 മിനിറ്റ് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ.
അദ്ദേഹം മാത്രം ജയറാമേട്ടൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് അപ്പുറത്തേക്കില്ല, 1 മിനിറ്റ് പോലും അപ്പുറത്തേക്കില്ല. അവർ ഓൾറെഡി കോസ്റ്റ്യൂം ഇവിടെ റെഡി ആയിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം അതൊക്കെ. കാരണം അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്കൊക്കെ അത് കണ്ടുപിടിക്കേണ്ട കാര്യമല്ല. പിന്നെ എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നത്, ഷൂട്ടിംഗ് തുടങ്ങുന്നത് മുതൽ തീരുന്നവരെ ഒരേ ലെവൽ ഓഫ് എനർജിയിലായിരിക്കും അദ്ദേഹം പെർഫോം ചെയ്യുക. ഒരിക്കലും ഒരു ക്ഷീണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കൊന്ന് ഓർത്ത് പറയാൻ കഴിയുന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ മെഡിക്കൽ ടേംസ് ഭയങ്കരമായിട്ട് ഇതിലുണ്ട്, അതിൽ ചിലതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ ഈ നിങ്ങളുടെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ അവിടെ ഡോക്ടർമാരൊക്കെ വന്ന് നിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഡോക്ടറാണ്, ഡോക്ടർ രൺധീർ കൃഷ്ണ. വയനാട്ടിലെ തന്നെ മോസ്റ്റ് വാണ്ടഡ് ഡോക്ടറാണ്. എന്താ പറയാ, ഒരുപാട് തിരക്കുള്ള ഒരു ഡോക്ടറാണ്, ഒരു കലാകാരനാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനോഹരമായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടേം പ്രത്യേകം പറഞ്ഞു തരാൻ അദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ ആളുകൾ വന്നിരുന്നു ഡോക്ടേഴ്സ് ആരെങ്കിലും? അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ, ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ ലൊക്കേഷനിലുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ടേംസിൽ സംശയം തോന്നി കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ടായിരുന്നു. മൂവി കാണുന്ന സമയത്ത് മമ്മൂക്ക സംവിധായകന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെവിയിലൊന്നുമല്ല, അവര് സർക്കിളാണ് സിനിമ കണ്ടത്. മമ്മൂക്ക ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ വൈഫ് ഉണ്ടായിരുന്നു, മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ പറഞ്ഞെന്ന് പറഞ്ഞു സംവിധായകൻ? എന്നോട് പറഞ്ഞില്ല, അദ്ദേഹം ചോദിച്ചില്ല. ഞാൻ ചോദിച്ചില്ല, പക്ഷെ നല്ല നട എന്ന് പറഞ്ഞു. അത് എനിക്കത് കേട്ടാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് ഏതാണെന്ന് എനിക്ക് കേൾക്കണം. അതിനുശേഷം ഇപ്പം ഇങ്ങനെ മമ്മൂക്കയെ പോലെ ഉണ്ട് എന്നുള്ള കമന്റുകൾ വരുമ്പോൾ അതിൽ ഓർത്തിരിക്കുന്ന ഒരു കമന്റ് ആരുടേതാണ്? ഇപ്പോൾ ഒപ്പം അഭിനയിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും താരങ്ങളാവാം. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കമന്റ് ഒരു വ്യക്തി പറഞ്ഞൊരു നല്ലൊരു കമന്റ് പറയുമ്പോൾ ഏതായിരിക്കും ഓർമ്മയിരുന്നത്? കമന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോർഷൻ കുഴപ്പമില്ലാതെ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷമാണ്. അല്ലാതെ മമ്മൂക്കേനെ പോലെ ഇരിക്കുന്നതൊക്കെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ ആളുകൾ മമ്മൂക്കനെ സിനിമയിൽ കണ്ടതിന് ശേഷം എന്നെ കാണുമ്പോൾ എവിടേക്കും അവർക്കൊരു തോന്നുന്നതായിരിക്കാം. എങ്കിലും ഒരു ബെസ്റ്റ് കമന്റ് എന്ന് തോന്നുന്നത് ആരെങ്കിലും പറഞ്ഞത് ഓർമ്മയിലുണ്ടോ? ഓർമ്മയിലില്ല. അതിനുശേഷം വരുന്ന ഒരു റൂമർ ബിഗ് ബിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമറൊക്കെ വരുന്നു. അങ്ങനെയല്ല, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറഞ്ഞല്ലോ, ബിഗ് ബിയിൽ ഉണ്ടെന്നല്ല. അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പെട്ട ആദ്യം തന്നെ ഇത്രയും വൈറലാവുക, ഇത്രയും റീലുകളൊക്കെ വരിക, ഇതൊക്കെ ഒരു പേടിപ്പെടുത്തുന്നുണ്ടോ? കാരണം ഇനി വരുന്ന സിനിമകളൊക്കെ കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാക്കുന്നുണ്ടോ? പേടിപ്പെടുത്തല്ല, ഇത് എൻ്റെ ആസ് ആൻ ആക്ടർ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആളുകൾ എന്നെ ആദ്യത്തെ സിനിമയിലൂടെ ഇത്രത്തോളം സ്നേഹിക്കുകയാണ്. ഞാൻ എവിടെ ചെന്നാലും ആളുകൾ ഈ പറയുന്ന പോലെ, എൻ്റെ മനസ്സിലിപ്പോഴും ഓർമ്മയുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ട്. വളാഞ്ചേരി തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി സിനിമ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കറക്റ്റ് ടൈറ്റിൽ കാർഡ് എൻ കാർഡ് എഴുതി കാണിച്ചതിന് ശേഷം ഞങ്ങൾ കയറി ചെല്ലുന്നു. ഒരു ഫാമിലിയിലൊരു അത്യാവശ്യം ഉച്ച പ്രായമുള്ളൊരു സ്ത്രീ, ഒരു അമ്മ ഓടി വന്നിട്ട് എൻ്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം സങ്കടം വന്നു കണ്ടപ്പോൾ, എൻ്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സങ്കടം വന്നു നിങ്ങൾക്ക്. കാരണം ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി. അതായത് ആ പോസ്റ്റിൽ പോയി തലയടിക്കുന്നതും പിന്നെ എനിക്ക് അടി കിട്ടുന്നതൊക്കെ ഇത്രത്തോളം ആ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് മുഖത്തൊക്കെ പിടിച്ചിട്ടൊന്നും പറ്റിയിട്ടില്ല, ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സന്തോഷം തോന്നി അവരൊക്കെ അങ്ങനെ നമ്മളോട് പെരുമാറുന്ന കണ്ടപ്പോൾ. അത് സിനിമയല്ല, അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വന്നുകൊണ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു തിരിച്ചു. അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കിയ മൊമെന്റ്സ് ആണ്. ജയറാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്നാണ് നടൻ ജയറാമിന്റെ വെസ്റ്റ്ലറിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തിരിച്ചുവരവ് എന്നൊരു കംബാക്കിൽ പറയുന്നു. അപ്പം അദ്ദേഹം എങ്ങനെയായിരുന്നു സെറ്റിൽ? അദ്ദേഹം വരുമ്പോൾ ഒരുപാട് കഥകൾ പറയുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കഥകൾ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഒരുപാടുണ്ട്. അദ്ദേഹം കഥ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തീരല്ലേ എന്നുള്ള മനസ്സിൽ തോന്നിപ്പോകും. അത്രത്തോളം നല്ല സ്റ്റോറി ടെല്ലറാണ്. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും, ബാക്കി എന്താ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനേക്കാളപ്പുറത്ത് ഞങ്ങൾ പിള്ളേരോടെല്ലാവരും ഭയങ്കര സ്നേഹം ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാളിദാസ്, അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസ് ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ കാളിദാസ് ബ്രോയോട് പറഞ്ഞു തരുന്നുണ്ട്, യു ആർ ട്രൂലി ബ്ലെസ്ഡ്. അത്രത്തോളം നല്ല അപ്പയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതിന് റിപ്ലൈ ചെയ്യുന്നു അദ്ദേഹം, യു ഗൈസ് ഡിസേർവ് ദിസ് വിക്ടറി എന്ന് പറഞ്ഞിട്ട്. വന്നിരുന്നോ? ഇല്ല, നേരിട്ട് കണ്ടില്ല. എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് ജയറാമേട്ടൻ ഉൾപ്പെടെ. അതല്ല, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല് എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്, അങ്ങനെയാണ് ജഗദീഷന്റെ ആണെങ്കിലും പെർഫെക്റ്റ് ആണ് എല്ലാവരുടെ. ഒരു ക്രെഡിറ്റ് നമുക്ക് കൊടുക്കുന്നത് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയിക്കാണ്. അദ്ദേഹം മിഥുൻ ചേട്ടൻ പ്രസ് മീറ്റിൽ പറയുകയും ചെയ്തു ആരാണ് കാസ്റ്റിംഗ് നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ രാപകലില്ലാത്ത കഷ്ടപ്പാടാണ് ഈ കാസ്റ്റിംഗിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ട കാസ്റ്റിംഗിലേക്ക് എത്തിയത്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഡിസേർവ് ടു ഹിം. അദ്ദേഹം അർഹിക്കുന്നു അതിനുള്ള കൈയടി. ജയറാമേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എന്തെങ്കിലും തെറ്റാണെങ്കിൽ നമ്മൾ കുറച്ച് ഡൗൺ ആവുകയാണെങ്കിലും ഡയറക്ടർ മിഥുൻ അപ്പോൾ വിളിച്ചു പറയും പേരാണ്, കഥാപാത്രങ്ങളുടെ പേര് വിളിച്ച് നമ്മളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് സത്യമാണോ? തീർച്ചയായും. ചേട്ടൻ സെറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം പെട്ടെന്ന് വരുന്നു, നമുക്ക് പെട്ടെന്ന് ചാർജ് കയറും. ചേട്ടൻ വന്നു, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ ടീമിൻ്റെയും ഞങ്ങളുടെ ഫ്ലാഷ് ബാക്കിലെ ആക്ടേഴ്സിൻ്റെ ആയാലും എല്ലാവരുടെയും ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് ആണ് മിഥുൻ മനോജ് തോമസ് പറയുന്നത്. നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാച്ചൊരിക്കൽ പറയുന്നുണ്ടായിരുന്നു, നവ്യ നായർ ആദ്യമായി അഭിനയിക്കാൻ പോകുമ്പോൾ നവ്യ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു, അത് അവിടെ ക്യാമറ അപ്പം അതിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. അനശ്വരയായിട്ട് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതിപ്പോൾ നമ്മൾ മുൻവിധികളോടെയാണല്ലോ എല്ലാവരെയും സമീപിക്കുക. അനശ്വര അങ്ങനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അനശ്വര ഇങ്ങനെ ആയിരിക്കും. അതൊക്കെ മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞുകൊണ്ടാണ് എൻ്റെ പുറകെ ഒന്ന് തട്ടിയിട്ട് ഹായ് ബഡി എന്ന് വിളിച്ചിട്ടാണ് ഫസ്റ്റ് മീറ്റ്. അതായത് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കോളേജ്, ഒരു ബാച്ച്മേറ്റ്, ഒരു ലാസ്റ്റ് ബെഞ്ചർ, ആ ഒരു വൈബാണ് എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അന്നും കിട്ടിയിട്ടുള്ളത്. എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും അടുത്ത പടം ചെയ്യണ്ടേ, ചെയ്യാം. ഇങ്ങനെ കോംബോ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു കോംബോ അങ്ങനെ വരാൻ സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഒരു കോംബോ കോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കോളുകൾ? ഇല്ല, അങ്ങനെ ഒരു ഇപ്പോൾ ഇത്ര നല്ലൊരു സാധനം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ സന്തോഷമാണ്. എങ്ങനെയാണ് സിനിമയോടൊരു പാഷൻ തോന്നുന്നതും സിനിമയിലേക്ക് വരുന്നത്? അപ്പോൾ ഒരുപാട് അലയേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ സിനിമ എന്ന് പറയുന്ന ഒരു വന്യമായ ഒരു ആഗ്രഹമായിരുന്നു, ദൂരത്തുള്ള ഒരാഗ്രഹം. സിനിമയെന്നുള്ള മോഹം ഉണ്ടെങ്കിലും ഇതെങ്ങനെ എത്തും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്താനുള്ള ഒരു വഴി വെട്ടി തുറക്കുന്നത്? എങ്ങനെയാണ് അത്? നമുക്കൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ എങ്ങനെ അവിടെ എത്താം എന്ന് ആദ്യം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പരിചയമുള്ള ആരുമില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സിനിമയിലെ ഒരാളുടെ, ഒരു വ്യക്തിയുടെ പോലും, സിനിമയായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയുടെ പോലും നമ്പർ ഉണ്ടായില്ല. അപ്പോൾ ഞാനായിട്ട് തന്നെ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് പോവുക, എങ്ങനെയും എത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. എനിക്ക് എൻ്റെ മനസ്സിൽ ആകെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ തോട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിതിന് ശ്രമിക്കാതെ ഞാനൊരു 10, 50, 55, ഒരു 60 വയസ്സുള്ളപ്പോൾ പക്ഷെ എനിക്ക് അന്ന് ശ്രമിക്കാമായിരുന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. ആ ഒരു വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ശ്രമിച്ചിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതിൽ പറയുന്നുണ്ടല്ലോ സംവിധായകൻ മിഥുൻ്റെ സെറ്റിൽ തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. സെറ്റിലല്ല, അദ്ദേഹം ഒരു ഇനാഗ്രേഷൻ എറണാകുളത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. 2019 ആണെന്ന് എൻ്റെ ഓർമ്മയിൽ, 2019 തോന്നുന്നു. അതായത് 5-ാം പാതിര ഇറങ്ങുന്നതിന് ഒരു മാസം മുന്നേ. ഇങ്ങനെ അറിഞ്ഞിട്ടായിരുന്നു 5-ാം പാതിര എന്നിട്ട് സിനിമ വരാൻ പോകുന്നു അറിഞ്ഞിട്ട് തന്നെയായിരുന്നു പോയി കാണാൻ? മിഥുൻ തോമസ് ഒരു വ്യക്തി അറിഞ്ഞിട്ടാണ് പോയത്. ഞാൻ ആടിൻ്റെ ഭയങ്കര ഫാനാണ്, ആട് സിനിമ ആൻമിയുടെ കൽപ്പിലാണ്. അപ്പോൾ അതറിഞ്ഞിട്ട് പോകുന്നു. ഞങ്ങളുടെ ആദ്യത്തെ വീട്ടിൽ ഒരു ടീഷർട്ടും ഒരു ജീൻസൊക്കെ ഇട്ടിട്ട് ചേട്ടൻ ആരോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പുറകിൽ പോയി ഇങ്ങനെ നിന്നു. അദ്ദേഹം ഫോൺ കെട്ടിയിട്ട് എന്താണ് നല്ലതുപോലെ സിനിമ താല്പര്യമുണ്ട്. അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കുന്നത് നാടികൂടി നോക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇതായിരുന്നു, പ്രോത്സാഹനമായി. അദ്ദേഹത്തിനെ പോലെ ആളാണ്, നമുക്ക് നോക്കാം. അദ്ദേഹം വെറുതെ പറഞ്ഞായിരുന്നു, കാരണം ഇവരൊന്ന് പോയി കിട്ടുവരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതൊരു പ്രോത്സാഹനമായി കണ്ടു. അതിനുശേഷം 2023 ചേട്ടൻ സിനിമയിൽ ഞാൻ അഭിനയിക്കാനായിട്ട് പോകുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇല്ല ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടെന്ന് ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ, ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു കാരണം അദ്ദേഹം ഡെയിലി ഒരുപാട് ആളുകൾ ഇതുപോലെ ചാൻസ് ചോദിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു. ഞാൻ അപ്പോൾ ഇൻസിഡൻ്റ് ഒന്ന് വിവരിച്ചു, ഇങ്ങനെ ഞാനൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഞാൻ എന്താണ് പറഞ്ഞത്?
നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ നിന്നെ നോക്കിയില്ല, എനിക്ക് സന്തോഷമായി. അതെ, അങ്ങനെയാണ് ആ ഇൻസിഡൻറ്റ്. വീട് എറണാകുളം മൂവാറ്റുപുഴ. ഞാൻ എൻ്റെ ഏകദേശം കോളേജ് കഴിഞ്ഞ സമയത്ത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണമെന്നൊരു മോഹം വീട്ടിൽ പറഞ്ഞിട്ട്, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ വീട്ടിൽ നിന്ന് മാറിയിക്കുക, സിനിമയാണല്ലോ മനസ്സിൽ നോക്കാം. അപ്പോൾ എങ്ങനെയൊന്ന് മാറിയിക്കുക എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം. ഞാൻ എറണാകുളത്തെ കോഴ്സ് ഒരു വർഷത്തേക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് താമസം മാറി. അവിടെ വസന്ത് നഗർ എന്ന് പറഞ്ഞിട്ട് കലൂർ വസന്ത് നഗറിലേക്ക് താമസം മാറി. 2 റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു ആദില ഒരു അർഷദ്. അവരൊരുപാട് സപ്പോർട്ട് ചെയ്തു. മൂവാറ്റുപുഴ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും എൻ്റെ വീട്ടിലറിയില്ല. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണല്ലോ, അപ്പോൾ ആഴ്ചയിലെപ്പോഴും വീട്ടിൽ പോകും, പഠിത്തം ഒന്നും കുഴപ്പമില്ലാണ്ട് ഡെയിലി ഇറങ്ങും, രാവിലെ ഇറങ്ങും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അർഷാന്ന് പറഞ്ഞിട്ട്, അവൻ ക്യാമറമാനാണ്, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അവനോട് ലൈറ്റ് ബോയ് ആയിട്ട് പോകാറുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, കല്യാണത്തിൻ്റെ കാറ്ററിങ് പോയിട്ടുണ്ട്. കലൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി എനിക്ക് ഓരോ നമ്പർ ഒപ്പിച്ച് തരും. ഈ ആദിൽ എന്ന് പറയുന്ന സുഹൃത്ത് സിനിമയിൽ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന വ്യക്തിയാണ്. സൂഫിയും സുജാത സിനിമയിലൊക്കെ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവന് ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെയിലി ഓരോ ആളുകളെ കാണാൻ വേണ്ടി ഇറങ്ങും, ആളുകൾ പോയി മീറ്റ് ചെയ്യും, ഡയറക്ടേഴ്സിനെ പോയി കാണും. ഒരു രസകരമാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ലൊക്കേഷനുകളിലൊക്കെ പോയിട്ടുണ്ട്, ലൊക്കേഷനിൽ പോകും, ഡയറക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. എല്ലാവരും പറഞ്ഞ ഭാഗമല്ല, നമുക്ക് നോക്കാം. അതാണ്. അങ്ങനെ ഒരു വർഷം, ഏകദേശം ഒരു വർഷം 6-7 മാസം ഞാൻ പറഞ്ഞ ഒരു കാലാവധി തീരാതെ വീട്ടിൽ നിന്ന് കൂടുന്നു. എന്തായി കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞു വരുക, എവിടെയും എത്തിയിട്ടില്ല. ആരും അത്രയും ആഗ്രഹത്തോട് വന്നിട്ട് ഭയങ്കര നിരാശയിൽ ആദിലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. റൂംമേറ്റ് ആദിലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ ആഗ്രഹത്തിൻ്റെ എന്താ പറയുക, എത്താൻ കഴിയില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. കാരണം വീട്ടിൽ ഓഫ്കോഴ്സ് വീട്ടിൽ ഉമ്മയ്ക്കായാലും വാപ്പയ്ക്കായാലും കൺസേൺ ഉണ്ടാവും. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ നടന്നാൽ ശരിയാവില്ലല്ലോ എന്നൊരു കൺസേൺ ഏതൊരു പേരൻസിനെ പോലെ എൻ്റെ പേരൻസിനും ഉണ്ട്. അപ്പോൾ ആ കൺസേൺ നമ്മൾ എടുക്കണമല്ലോ. ആ കൺസേൺ നമ്മൾ എന്തായാലും ഒരു വില വെക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലൂ ഇല്ലാതിരുന്നപ്പോഴാണ്, ഒരു പിടുത്തവും ഇല്ലാതിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ജീവിതത്തിൽ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻ ഇത് ഇവിടെ വരെ എത്തിക്കുമ്പോൾ ഇത്രയും ഒരു വൻ വരവ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തടത്തു നിന്നല്ലേ? ഒരിക്കലും ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ മമ്മൂക്കാനെ കാണുന്നത് പോലും ഞാൻ ഓൾറെഡി മനസ്സിലെങ്കിൽ എപ്പോഴെങ്കിലും സിനിമയിൽ വരാം, വന്നിട്ട് കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് എപ്പോഴെങ്കിലും ഒരു പരിപാടിയൊക്കെ മമ്മൂക്കാനെ കാണാം, അത് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതിനോട് മമ്മൂക്കാടെ ജയറാമേട്ടൻ്റെ കൂടെ തുറക്കം കുറിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സംവിധായകർ തിരഞ്ഞെടുക്കുമോ, അങ്ങനെ പിന്നീട് തരാമെന്നൊരു ഉറപ്പ് തന്നിട്ട് കിട്ടാതെ പോയ റോളോ അങ്ങനെ എന്തെങ്കിലും ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? ഒരു ഡിമെൻസ് ലോ എന്നൊരു ഫിലിം അതൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൽ സെലക്റ്റായി, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനൊരു ഇതുണ്ടായിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് കോളുകളൊക്കെ പോകുമ്പോൾ യെസ് നന്നായി ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസിലായിരിക്കുമല്ലോ തിരിച്ചു വരിക. പിന്നീട് കോളുകൾ വരാണ്ടിരിക്കുമ്പോൾ നിരാശപ്പെടുന്നുണ്ടാവും. അപ്പോൾ 1-2 വരുമ്പോൾ നമുക്കൊരു ഇനി വേണമെന്നുള്ളൊരു ഇതുണ്ടാവില്ലേ, ഒരു വിഷമം ഉണ്ടാവില്ലേ? അതിനെ എങ്ങനെയാ അപ്പോൾ അത് ജീവിച്ചത്? വേണമെന്നുള്ള വിഷമമല്ല, നമ്മളെ കൊണ്ട് ആവുന്ന പോലെ ശ്രമിക്കുക, നടന്നാൽ നടക്കട്ടെ. പക്ഷെ ഉള്ളിൽ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് നീ എപ്പോഴെങ്കിലും സിനിമയിലെത്തും എന്ന ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകും. ആ ഒരു തോന്നലിന് പറഞ്ഞാണ് ഇത്രയും നാളെ പിടിച്ചു തന്നത്. വേറെ ആര് ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട് കുറേ പോയിട്ടുണ്ട്. ഈ ചില ഓഡിഷൻസ് ഒരു പ്രഹസനമാണ് എന്ന് ഫീൽ ചെയ്യാറുണ്ടോ? ചിലപ്പോൾ ഇവരെന്തിനാണ് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊക്കെ തോന്നിക്കുന്ന ഓഡിഷൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ പറയുന്ന പോലെ ഭൂരിഭാഗം ജെനുവിനാണ്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ നമ്മളത് നോക്കിയിട്ട് പോകാൻ ആളുകൾ അവിടെ വരുന്നുണ്ടാവുമല്ലോ ഓഡീഷന് വരും. മാത്രമല്ല ഈ ഓഡീഷന് പോയി എക്സ്പീരിയൻസ് ആയതിനു ശേഷം മനസ്സിലായി അപ്പൊ ഇത് കണ്ടില്ല, ഇത് പോയിട്ട് കാര്യമില്ല. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി, ഇത് പോയിട്ട് കാര്യമില്ല. അപ്പൊ നല്ലത് കണ്ടില്ല, ഇത് പോയിട്ട് കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ചെന്നൈയിലൊക്കെ ഓഡീഷന് പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതോടെ നമുക്ക് ഇപ്പോൾ ഓഡീഷന് പോയി കഴിഞ്ഞാൽ ഓഡീഷൻ്റെ എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് എക്സ്പീരിയൻസ്.
ഇനി വരുന്ന മൂവീസ് ഏതൊക്കെയാണ്? ഏതെങ്കിലും കമ്മിറ്റഡ് ആയോ? കഥ കേൾക്കുന്നുണ്ടോ? കഥ ഇതുപോലെ കേൾക്കുന്ന ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റ് പറയുന്ന പോലെ അതൊരു റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ നല്ല ഓറഞ്ച് ചൂസ് ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക്, എന്നെ സ്നേഹിക്കുന്ന ചുരുക്കം ചില പ്രേക്ഷകർക്കെങ്കിലും നല്ലൊരു സിനിമ കൊടുക്കുക എന്നുള്ളത് അതാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. നല്ല സിനിമകൾ ഇനിയും വരട്ടെ, നല്ല ആക്ടേഴ്സിന്റെ കൂടെ ഇനിയും അഭിനയിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.